ഇന്നത്തെ അറിയിപ്പുകൾ. റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ വീണ്ടും അവസരം. വെള്ള നീല കാർഡ് ഉടമകൾക്ക് പിങ്ക് അഥവാ BPL വിഭാഗത്തിലേക്ക് മാറ്റാൻ ഫെബ്രുവരി 13 വരെ അപേക്ഷ സമർപ്പിക്കാം. ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്താത്ത മുൻഗണനേതര റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന തീയതി നീട്ടി. ജനുവരി 24 മുതൽ ഫെബ്രുവരി 13 വരെ രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം. അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷ നൽകാം. തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന BPL സർട്ടിഫിക്കറ്റ് ഉള്ളവർ, മാരക രോഗമുള്ളവർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, പരമ്പരാഗത മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, നിർധന ഭൂരഹിത ഭവനരഹിതർ, സർക്കാർ ധനസഹായത്തോടെ വീട് വെച്ചവർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് അപേക്ഷിക്കാം. അതേസമയം 1000 ചതുരശ്ര അടിയിൽ അധികം വിസ്തീർണമുള്ള വീടുള്ളവർ, 1 ഏക്കറിലധികം ഭൂമിയുള്ളവർ, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, സർവീസ് പെൻഷൻ വാങ്ങുന്നവർ, ആദായനികുതി അടയ്ക്കുന്നവർ, പ്രതിമാസ വരുമാനം 25,000 രൂപയ്ക്ക് മുകളിലുള്ള കുടുംബങ്ങൾ, 4 ചക്ര വാഹനങ്ങളുള്ളവർ, വിദേശത്ത് ജോലി ചെയ്യുന്നവരുള്ള കുടുംബങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങളിൽ 25,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങിക്കുന്നവർ എന്നിവർ അർഹതയില്ലാത്തവരാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അത്യാധുനിക സൗകര്യങ്ങളോടെ സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ട് ഈ വർഷം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യാഥാർത്ഥ്യമാകും. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ബ്രാൻഡഡ് ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാകുമെന്നതാണ് സിഗ്നേച്ചർ മാർട്ടുകളുടെ പ്രത്യേകത. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും റെഫ്രിജറേറ്റഡ് ഉൽപ്പന്നങ്ങളും മാർട്ടുകളിൽ ലഭ്യമാകും. സപ്ലൈകോയുടെ തിരഞ്ഞെടുത്ത സൂപ്പർമാർക്കറ്റുകൾ സ്വകാര്യ പങ്കാളിത്തത്തോടെ നവീകരിച്ചാണ് സിഗ്നേച്ചർ മാർട്ടുകളാക്കി മാറ്റുന്നത്. കോട്ടയത്തും എറണാകുളത്തുമാണ് ഉടൻ തന്നെ സിഗ്നേച്ചർ മാർട്ടുകൾ പ്രവർത്തനം ആരംഭിക്കുക. കോട്ടയത്ത് തിരുനക്കര മൈതാനത്തിന് എതിർവശത്തുള്ള സപ്ലൈകോ ഹൈപ്പർ മാർക്കറ്റും എറണാകുളം കടവന്ത്ര ഗാന്ധിനഗറിലെ സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തോടും ചേർന്നുള്ള ഹൈപ്പർ മാർക്കറ്റുമാണ് പദ്ധതിയുടെ ഭാഗമാകുന്നത്. ഇതിൽ കോട്ടയത്തെ മാർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. പദ്ധതിയുടെ ഭാഗമായുള്ള സംസ്ഥാനത്തെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് തലശ്ശേരിയിൽ ജനുവരി 10-ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയിലുള്ള ടോൾ പ്ലാസയിൽ ഈ മാസം 30 മുതൽ ടോൾ പിരിവ് ആരംഭിക്കും. പ്രാദേശിക വാഹനങ്ങൾക്ക് ഇളവുകളും പാസും ഉൾപ്പെടെയുള്ള വിശദമായ ടോൾ നിരക്കുകൾ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചു. പുതിയ ദേശീയപാത 66-ൽ മലപ്പുറം ജില്ലയിൽ ഈ മാസം 30 മുതൽ ടോൾ പിരിവ് ആരംഭിക്കും. കൂരിയാട്ട് തകർന്ന ഭാഗം തൂണുകൾ ഉപയോഗിച്ച് പുനർനിർമ്മിക്കുന്ന പണി ഫെബ്രുവരി പകുതിയോടെ തീർക്കും. ടോൾ പ്ലാസയ്ക്ക് 20 കിലോമീറ്റർ പരിധിക്കുള്ളിലുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് ടോൾ നിരക്കിൽ ഇളവ് നൽകുമെന്നും ദേശീയപാത അധികൃതർ അറിയിച്ചു. എത്ര തവണ വേണമെങ്കിലും യാത്ര ചെയ്യാവുന്ന പാസിന് ഒരു മാസത്തേക്ക് മിക്കവാറും 340 രൂപയാകും നിരക്ക് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ തുകയും ജനുവരി 30-നുള്ളിൽ തീരുമാനിക്കും. ഇത്തരം യാത്രക്കാർ ആധാർ കാർഡുമായി ടോൾ പ്ലാസയിലെത്തിയാൽ പാസ് നൽകും. 24 മണിക്കൂറിനുള്ളിൽ 2 തവണ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് 2ാം തവണ ടോൾ തുകയുടെ പകുതി നൽകിയാൽ മതി. കാർ, ജീപ്പ്, വാൻ, ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ എന്നിവയ്ക്ക് ഒരു ഭാഗത്തേക്ക് 130 രൂപയായിരിക്കാം ടോൾ നിരക്ക്. ഇരുഭാഗത്തേക്കും യാത്ര ചെയ്യുന്ന ഇത്തരം വാഹനങ്ങൾക്ക് ടോൾ നിരക്കായി 190 രൂപ ഈടാക്കാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.